ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഇതുവരെ ഇല്ലാതിരുന്നൊരു തലവേദന പെട്ടെന്ന് എവിടെ നിന്ന് വന്നു? ഞാൻ അറിയാതെ മായേച്ച എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായി? അതിലേ കൊണ്ടുവന്നേ, ആരും കാണില്ല. എന്നെ വെല്ലുവിളിച്ചാൽ നിന്റെ ഗതി ഇതായിരിക്കും. ദീപാവലി കഴിയുന്നതുവരെ നീ പുറം ലോകം കാണില്ല. ദീപാവലി കഴിഞ്ഞിട്ട് മാത്രമേ ഇവളെ തുറന്നു വിടാവൂ. മനസ്സിലായോ? മനസ്സിലായി മേഡം. വേണമെങ്കിൽ അങ്ങ് തട്ടിയേക്കാം. അത് വേണ്ട. ഇതിനകത്ത് ചുറ്റും ക്യാമറകളാ. ഒടുവില് നമ്മൾ തന്നെ അകത്താവും. അയ്യോ, താൻ പേടിക്കണ്ട. ഇന്നലെ രാത്രി തന്നെ ഞാനതൊക്കെ കേടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും നമ്മളെ സംശയിക്കില്ല. എന്നെ അപകടത്തിലാക്കല്ലേ മേഡം. ആക്രി സാധനങ്ങൾ മാത്രം പെറുക്കുന്ന ഒരാളാ ഞാൻ. ഇതും ഒരു ആക്രി സാധനം തന്നെ. അത് കൊണ്ടുപോകാനുള്ള കാശാണിത്. വാങ്ങിച്ചോ, 2 ലക്ഷം ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു ആക്രിക്ക് ഇത്രയും കാശ് എനിക്ക് കിട്ടുന്നത്. ഈ ദീപാവലി ഞാനങ്ങ് പൊളിക്കും. എന്നാ പിന്നെ താമസിക്കണ്ട, കൊണ്ടുപോയിക്കോ. ഓക്കെ മേഡം. എന്തൊരു മുടിഞ്ഞ വെയിറ്റാ മേഡം അതിന്. നിന്ന് കിന്നരം പറയാതെ വേഗം എടുത്തോണ്ട് പോടോ. ശരി മേഡം. മായേച്ചി, മായേച്ചി, അപ്പൊ ശരി മേഡം. ഇനി ഇതുപോലെ വല്ല കോളും ഉണ്ടെങ്കിൽ എന്നെ തന്നെ വിളിക്കണേ. വിളിക്കാം. താൻ വേഗം പോവാൻ നോക്ക്. മായേച്ചി, എല്ലാം തൊലഞ്ഞു. താൻ വേഗം പോ. ആരാ മായേച്ചത്? അത് ആക്രിക്കാരൻ. മായേച്ചിയുടെ കയ്യിലിരുന്ന കവറാണല്ലോ അത്. ശ്രീയേട്ടന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അത് ഈ ആക്രിക്കാരനെ കൊടുത്തത് എന്തിനാ? സ്റ്റോർ റൂമിൽ ഇനി ആക്രി കിടപ്പുണ്ട് മായേച്ചി, അതും കൂടി കൊടുക്കായിരുന്നില്ലേ? കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗുളിക. ഗുളികയോ? ആർക്കാ? ആഹാ, മായേച്ചിയല്ലേ എന്നോട് തലവേദനയ്ക്ക് ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞത്? ഞാനോ? ഞാനതങ്ങ് മറന്നുപോയി. എന്റെ തലവേദനയൊക്കെ പോയി. പോയോ? അപ്പൊ ഈ ഗുളിക? അത് നീ തന്നെ കഴിച്ചോ. ഭാവിയിൽ നിനക്ക് തലവേദന വരാതിരിക്കും. ഈ മായേച്ചിക്ക് ഇതെന്ത് പറ്റി? എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് കണ്ടപ്പോ ആ ആക്രിക്കാരൻ വേഗം സ്ഥലം വിട്ടത് എന്തിനാ? ഡിവോഴ്സ് നോട്ടീസ് ആണല്ലോ. ആണോ?
വക്കീലിനെയാ നീ നമ്മുടെ ഡിവോഴ്സ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സൂര്യ, സത്യം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതിലെന്തോ ചതിയുണ്ട്. സൂര്യ, നീ ഇതുവരെ റെഡി ആയില്ലേ? ദേ, നിനക്ക് വാങ്ങിയ പുതിയ സാരിയാ. വേഗം ഇത് എടുത്തു വാ, നമുക്ക് പടക്കം പൊട്ടിക്കാം. അവിടെ വെച്ചേക്ക്, ഞാൻ വരാം. ഇത് ഡിവോഴ്സ് എഗ്രിമെന്റ് ആണല്ലോ. ഈശ്വര, ഇതിലെന്തിനാ സൂര്യയുടെ ഏട്ടന്റെയും പേര് എഴുതിയിരിക്കുന്നത്? ഏട്ടൻ പിന്നെ തന്നെ സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങിയോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം ഒരു ഡിവോഴ്സ് എഗ്രിമെന്റ്. ഇപ്പോഴും നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? എടി, ഇത് നീ വിചാരിക്കുന്നൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എടി, നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചെറുപ്പം മുതൽ ഇതുപോലെ ഒരുപാട് കഥ പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടുണ്ട്. പണ്ടേ ഒരു ക്രിമിനൽ ബുദ്ധി ഏട്ടനുണ്ട്. എന്തിനും ഏതിനും കള്ളം പറയുന്ന ശീലം എനിക്കറിയാത്തതല്ലോ. ഏട്ടൻ എങ്ങനെയാ പോലീസിൽ ജോലി കിട്ടിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ ഡിവോഴ്സ് വേണമെന്ന് തോന്നാൻ എന്താ കാരണം? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ സൂര്യ ഒഴിവാക്കുന്നതെന്ന്. നീ എന്തൊക്കെ അസംബന്ധങ്ങളായി പറയുന്നത്? എടി, ഇതൊരു കേസിന്റെ ആവശ്യമുണ്ടാക്കിയ ഡെമ്മി ഡിവോഴ്സ് പേപ്പറാ. താൽക്കാലികമായി അതിലൊരു പേര് വെക്കണ്ട ഡെമ്മി പേപ്പറില്. അതിപ്പോ സൂര്യയുടെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ. ഒരുപാട് തെറ്റുകൾ ഏട്ടൻ പലരോടും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് DKയുടെ മുമ്പിൽ എത്തിയാലുള്ള അവസ്ഥ അറിയാലോ. സൂര്യ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച ആരും ഏട്ടനോടൊപ്പം ഉണ്ടാവില്ല. അത് ഓർമ്മ വേണം. മതി, നിർത്ത്. എനിക്ക് പറയാനുള്ളത് നീ ആദ്യം കേൾക്ക്. എടി, ഇതൊരു ഡമ്മി ഡിവോഴ്സ് പെറ്റീഷനാ. അല്ലാതെ ഞാൻ സൂര്യയെക്കുറിച്ച് ഇങ്ങനൊന്നും ചിന്തിക്കുക പോലുമില്ല. എടി, സത്യം. നീ എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാൻ നിന്നോട് കള്ളം പറയോ? പറയാതിരുന്ന ഏട്ടന് നല്ലത്. ഇതെങ്ങാനും റിയൽ ആണെങ്കിൽ അന്ന് ഇക്കാര്യം ഞാൻ DK അറിയിക്കും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഏട്ടന്റെ ഡിവോഴ്സ് ആയിരിക്കില്ല. ഓർത്തു. എല്ലാവരും DK കാണിച്ച് എന്നെ പേടിപ്പിക്കുന്ന എന്തിനാ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പ്രിയയെ ഞാൻ സ്വന്തമാക്കും. ആശാലത, ഈ തള്ളക്കിത് എന്തിന്റെ കേടാ? ഡിവോഴ്സ് പേപ്പറിൽ സൂര്യയെ കൊണ്ടോ പിടിക്കാൻ ഇവരുടെ താല്പര്യം കാണിക്കുന്ന എന്തിനാ?
എന്തൊരു മെന്റൽ ടോർച്ചറിംഗ് ആയത്. ആദ്യം ഇവരെ കൊല്ലണം. വൃത്തികെട്ട പിശാച്. വാട്ട് ഈസ് ദിസ് ബേട്ടികളെ? ഇതൊക്കെ ചെയ്യാൻ ഞാൻ ജ്യോതിയെ ഏൽപ്പിച്ചാണല്ലോ. അവളല്ലേ ഇന്ന് പൂജ ചെയ്യേണ്ടത്. പൂജ ചെയ്യേണ്ട ആളല്ലേ ഇതൊക്കെ ഒരുക്കി വെക്കേണ്ടത്. അമ്മ അത് ശരിക്കും അവളോട് പറഞ്ഞായിരുന്നോ? യെസ്. എന്നിട്ട് ഈ പറഞ്ഞ അമ്മയുടെ മരുമകൾ ജ്യോതി എവിടെ പോയി? മായബേട്ടി, അപ്പോ ശരിക്കും ജ്യോതി ഇവിടെ ഇല്ലേ? അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ഏറ്റെടുക്കുമായിരുന്നോ? അവൾ ഈ വീട്ടിലില്ല. അന്നത്തെ പോലെ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടോ പോയി. നോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവളല്ല ജ്യോതി. ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, സോറി അമ്മേ. ഇതമ്മേ. മോനെ, നീ ജ്യോതിയെ കണ്ടോ? ജ്യോതിയോ? ആ, അവളെ കാണാനില്ല. അല്ല, അതിനിപ്പോ ഞാൻ പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ. പൂജ ചെയ്യാൻ പറഞ്ഞപ്പോ ജ്യോതി എങ്ങോട്ടോ പോയി. ഇപ്പൊ ദേ ഇതൊക്കെ നിലത്തും വീണു. ബാഡ് ലക്ക്. ശകനം നോട്ട് ഓക്കെ. അല്ല, അതിന് ആ ബേക്കറിക്കാരി എവിടെ പോയി? അറിയില്ല. ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി, എവിടെയും ഇല്ല. ഈ വീട്ടിലിനി ജ്യോതി തരാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എല്ലായിടവും നോക്കിയോ? ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ പറയുന്ന DKക്ക് തോന്നുന്നുണ്ട്. അവൾ ഓടിപ്പോയി. ചിലപ്പോ രക്ഷപ്പെട്ടതാവാനും മതി. അവളുടെ അച്ഛനെ വിളിക്കുന്നത്. ചിലപ്പോ പൂജ ചെയ്യാൻ വയ്യാഞ്ഞിട്ട് അവള് സ്വന്തം വീട്ടിൽ പോയി കാണും. അത് പറയാനായിട്ടാവും ഇയാളെ വിളിക്കുന്നത്. ബേട്ടാ, അറ്റൻഡ് ചെയ്തൊന്ന് സംസാരിക്കേ. ഹലോ മോനെ, സുധാകരൻ നായരാ. മനസ്സിലായി. പറഞ്ഞോളൂ. കുറെ നേരമായി ജ്യോതിമോളെ ഫോൺ വിളിക്കുന്നു, കിട്ടുന്നില്ല. ജ്യോതിമോൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ?
അല്ല അത് പിന്നെ കൊടുക്കാം. എന്താ വിശേഷിച്ച് വല്ലതുണ്ടോ? ദീപാവലി അല്ലേ, എല്ലാ തവണയും എന്റെ ഒപ്പം അവൾ ദീപാവലി ആഘോഷിക്കുന്നത്. ഇത്തവണ അവൾ ഇല്ലാത്തതുകൊണ്ടൊരു സങ്കടം. അപ്പ ആ ബേക്കറിക്കാരി അവിടെ ചെന്നില്ല. അവളോടൊന്ന് സംസാരിച്ചാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു. കുറേ വിളിച്ചു, അവൾ എടുക്കുന്നില്ല. അത് ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ജ്യോതി, ജ്യോതി, അതെ, ജ്യോതി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ തിരക്കില. അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ശരി മോനെ, അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി. അവളിവിടെയുണ്ടെന്ന് നീ കള്ളം പറഞ്ഞ എന്തിനാ? അമ്മേ, അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാ അയാൾ വിളിച്ചത്. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ജ്യോതിമോക്ക് എന്താ പറ്റിയേ? അവളുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കാൻ? എന്താ ഇരുട്ടോ? മഴക്കാലത്തും പവർ കിട്ടോ? ഈ സീലിംഗ് ഇത്ര താഴെ? അയ്യോ അല്ലല്ലോ, ഇത് എന്റെ മുറി അല്ലല്ലോ. ഇതെന്താ ഇത്? എന്നെ ആരും ഇതിനകത്തിട്ടത്? ആരും എന്നെ തട്ടിക്കൊണ്ടുപോണേ? ആരും ഇല്ലടെ ഇവിടെ? ഞാനിത് എവിടെയാടാ? ആരത്? എടാ സംസാരിക്കടാ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ ചത്തുപോട്ടോ. നീയൊക്കെ ജയിലിൽ പോവും. എന്നെ തുറന്നു വിടാൻ ആരാണ് ഡ്രമ്മിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നത്? എന്നെ തുറക്കാൻ തുറക്കാൻ. എന്നെ ദുഷ്ടന്മാരെ, എന്നെ കൊല്ലം കൊണ്ടുവന്നാണോ? എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുക? ആരും സഹായിക്കും? അച്ഛനെ വിളിച്ചാലോ? വേണ്ട, അച്ഛനതറിഞ്ഞ വിഷമിക്കും. ഹിറ്റ്ലറെ വിളിക്കാം, അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്തോ. എന്തായാലും അയാളെ തന്നെ വിളിക്കാം. മൈ സൺ,
എന്റെ ബേട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല.